വെറും ഒരു 4ാം ക്ലാസ്സുകാരൻ നാട്ടുമ്പുറത്തുകാരന്റെ ബുദ്ധിയല്ല അയാൾക്കുള്ളത്. തായ്ലൻഡിലേക്ക് ഭാര്യ അറിയാതെ ടൂറിന് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ മകൻ വരുണിന് എന്ത് സംഭവിച്ചെന്നറിയാൻ ഒരു ആഗ്രഹം. അതെന്താ സാറേ ഭാര്യ അറിയാതെ തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ്? അവളെ കൊണ്ടുപോയാൽ ശരിയാകത്തില്ല. സാറിന്റെ സ്വഭാവം പോലെ തന്നെ സാറിന്റെ മകന്റെയും. ചുമ്മാതല്ല അവൻ എൻ്റെ വീട്ടിൽ കയറി വന്നത്. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. താൻ പറഞ്ഞോളൂ. സാർ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും അടങ്ങിയ ഒരു ചെറിയ ഫാമിലിയാണ് സാറിൻ്റെത്. അതിലേക്കാണ് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നത്. പത്തനാപുരംകാരി ചതിച്ചതാ സാറേ. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞേ? പത്തനാപുരത്തുള്ള പാറക്കുളത്തിലാണ് സാറേ വരുണിൻ്റെ കാറ് കൊണ്ട് ഞാൻ മുക്കിയത്. ആ പാറക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന 3-4 പേരാണ് സാറേ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്. അതിൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ. എൻ്റെ മകൻ്റെ ചിതാഭസ്മം എപ്പോൾ കിട്ടും? ചിതാഭസ്മവുമായിട്ട് റാണി വരാനിരുന്നതാണ്. KSRTCയിൽ സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവള് തൊടുപുഴയിൽ നിന്ന് കണ്ണൂർ വരെ വരാനിരുന്നതാണ്. അപ്പോഴാണ് സർക്കാർ പറയുന്നത് സൗജന്യ യാത്ര മെയ് 15 മാറ്റി വെച്ചത്. ഈ രാഷ്ട്രീയക്കാരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ സാർ. സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സാറേ. അത് താൻ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ചുമ്മാതല്ല തോറ്റുപോയത്. എന്താണോ താൻ പറഞ്ഞത്? അല്ല സാർ, ഈ കേസിൽ തോറ്റുപോയ കാര്യം അതാണ് പറഞ്ഞത്. സാർ, സഹദേവൻ സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അയാൾ രക്ഷാപ്രവർത്തനത്തിൽ സസ്പെൻഷൻ കിട്ടി വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഗീതാമ്മയുടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു സാറേ? അവള് കോയമ്പത്തൂർ പീഡന കേസിന്റെ പ്രസ് ക്ലബിന്റെ ഇടയ്ക്ക് ചിരിച്ചെന്നും പറഞ്ഞ് വിജയ് സസ്പെൻഷൻ കൊടുത്ത് വീട്ടിൽ ഇരിപ്പുണ്ട്. സാറിന്റെ വീടിന്റെ മുമ്പിൽ ഇപ്പോഴും പോലീസ് കാവലുണ്ടോ സാറേ? എന്റെ DIG സ്ഥാനം പോയപ്പോ പോലീസുകാരൊക്കെ സർക്കാർ കൊണ്ടുപോയി. അത് നല്ല കാര്യമോ? പോലീസുകാർ രക്ഷപ്പെട്ടു. തന്റെ സാമ്പത്തിക ജീവിതം ഈ കേസ് വന്നപ്പോ എന്തായി? സാർ, പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത റിസോർട്ടിൽ പോയി ഞങ്ങൾ ഒരാഴ്ച താമസിച്ചു. അതിന്റെ ബില്ലായിട്ട് 2,998 രൂപ 2,998 രൂപ ബാധ്യതക്കാരനാണ് സാറേ ഞാനിപ്പോൾ. സാറേ, വരുണിന്റെ കാറ് മോഡിഫിക്കേഷൻ ചെയ്തതാണോ? അപ്പൊ ചിതാഭസ്മം എപ്പോ എത്തൂടോ? സാർ, ഇത് ദൃശ്യം 3 അല്ലേ? അപ്പോൾ വരുണിന്റെ ഉൾപ്പെടെ വരുണിന്റെ കോളേജിൽ പഠിപ്പിക്കുന്ന സാറിന്റെയും പിയൂണിന്റെയും പിന്നെ വരുണിന്റെയും 3 പേരുടെ ചിതാഭസ്മം സാറിന്റെ വീട്ടിൽ ഞങ്ങൾ ഓർഡർ അനുസരിച്ച് എത്തിച്ചു തരുന്നതാണ്. സാർ, താങ്കളൊരു വലിയ മനുഷ്യനാണ്. താങ്കളൊരു വലിയ മനുഷ്യനാണ്. താങ്കളൊരു വലിയ മനുഷ്യനാണ്. എന്തിനാടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വലിയ മനുഷ്യനാണെന്ന് പറയണത്? സാർ ആദ്യം ഒന്ന് ആ സ്റ്റൂളേന്ന് താഴത്തോട്ടിറങ്ങി. ഇപ്പൊ ചെറിയ മനുഷ്യനായി. അപ്പൊ ദൃശ്യം 3 കംപ്ലീറ്റ് എടുക്കും. ഈ ഒരു പാറ്റ കയറിയിട്ട് ഒരു രക്ഷയില്ല. പാറ്റ ഇപ്പൊ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്.